ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ ചർച്ചിലാണ് നിൽക്കുന്നത് കേട്ടോ. സാമ്പാളൂർ, കാടൂറ്റി സാമ്പാളൂർ സെൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ പള്ളിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇന്നിവിടെ നമ്മൾ നൊവേന ഉണ്ടായിരുന്ന ദിവസമായിരുന്നു, ഒരു ശനിയാഴ്ച. ഫ്രാൻസിസ് സേവിയർ പുണ്യാളിൻ്റെ നൊവേന ആരാധന കുർബാനയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിനാണ് ഇന്ന് ഇവിടെ വന്നത്. മക്കളുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഞാൻ മാതാവിൻ്റെ ഒരു കൃപ നിറഞ്ഞൊരു മകളെ കാണാനിടയായി. അപ്പം ഞാൻ ആ മകളൊന്ന് പരിചയപ്പെടുത്താൻ നിങ്ങൾക്ക്. എടവനക്കാടാണ് അവർ. ആ മകൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പള്ളിയിൽ ഉച്ച കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുമ്പം അവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട് നിങ്ങൾ കേട്ട് കാണും. പള്ളിയുടെ നടയിൽ അൽത്താരയുടെ താഴെ ബലിപീഠത്തിൻ്റെ താഴെയായിട്ട്. അപ്പോൾ ഈ കുട്ടിയും വേറെ 2 കുട്ടികളും അത് കാണാനിടയായ പിള്ളേരാണ്. അപ്പോൾ നമുക്ക് ആ മകളെ കാണാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. അവരും ഇവിടെ ധ്യാനത്തിന് നൊവേനക്കൊക്കെ വന്നതാണ്. ഇന്ന് അവിടെ നിന്ന് ഒരു അച്ഛനാണ് ഇവിടെ ആരാധനക്കും കുർബാനക്കും വന്നത്. അപ്പോൾ അവരും വന്നിട്ട് അവരുടെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. അവർ അച്ഛനെ കാണാൻ പോയേക്കാണ്. അപ്പോൾ അവർ വന്നു കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റ് അവരൊന്ന് പരിചയപ്പെടണം. ആ മകളായിട്ടൊരു ഫോട്ടോ ഒക്കെ എടുക്കണം. നിങ്ങളെയും ആ മകളെ പരിചയപ്പെടുത്തണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ മകൻ്റെ കൂടെയാണ് വന്നത്. എൻ്റെ മകൻ അവിടെ ഇരിക്കുന്നുണ്ട്. ഇളയമോൻ വീട്ടിലോട്ട് പോയി. നമ്മളിവിടെ എല്ലാ ശനിയാഴ്ചയും വരാറുള്ളതാണ്. ഇതാണ് നമ്മുടെ ഇടവക ദേവാലയം. ഞങ്ങളിപ്പോൾ ഈ കാടുകുറ്റി സാമ്പാളൂർ പള്ളിയിലാണ് ഇടവക ചേർന്നേക്കണത്. അപ്പോൾ ഇപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ വരുന്നത്. എല്ലാ ശനിയാഴ്ചകളിലും ഇവിടെ 10 മണിക്ക്, നേരത്തെ 10:30 10 മണിക്ക് കുർബാന ആരാധന നൊവേനയുണ്ട്. അത് കഴിയുമ്പോൾ നേർച്ചയുണ്ട്. നിങ്ങൾക്കും വന്ന് ദൂരെയുള്ളവർക്കൊക്കെ ഇവിടെ വന്ന് പങ്കുചേർന്ന് പോകാൻ പറ്റും. നൊവേനയും നേർച്ചയും എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയിട്ട് അപ്പോൾ വണ്ടി വെഞ്ചിരിക്കണ ദിവസമായിരുന്നു ഇന്ന്. പ്രത്യേകിച്ച് ഇന്ന് രോഗശാന്തി പ്രാർത്ഥനയുടെ ദിവസമാണ്. ഓരോ ആഴ്ചയിലും രോഗശാന്തി പ്രാർത്ഥന, കുടുംബക്കാർക്ക് വേണ്ടി അങ്ങനെയൊക്കെ പ്രാർത്ഥനകളുണ്ട്. പിന്നെ ഇവിടെ സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ വന്ന ഒരു പുണ്യഭൂമിയാണ്. സെൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ പാദസ്പർശനം ഏറ്റ മണ്ണാണിത്. അപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും പ്രാർത്ഥനാ സഹായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശനിയാഴ്ചകളിലെ ഈ കുർബാനയിലും ആരാധനയിലും നൊവേനയിലും പങ്കുകൊണ്ടാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തായാലും ദൈവാനുഗ്രഹം ചൊരിയും എന്നുള്ളത് ഉറപ്പാണ്. ശനിയാഴ്ച ദിവസം ഇവിടെ കുമ്പസാരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അതുകൂടാതെ പള്ളിയുടെ പുറകുവശത്തായിട്ട് ഒരു മ്യൂസിയം ഉണ്ട്. ഇവിടെ ചരിത്രപ്രസിദ്ധമായ ഒരു കാര്യങ്ങളൊക്കെ അടങ്ങിയൊരു മ്യൂസിയം. പിന്നെ ഫ്രാൻസിസ് സേവിയർ പുണ്യാളൻ്റെയും ഇതിനു മുമ്പ് ഇതിൻ്റെ പുതിയ ഖനനം നടത്തിയപ്പം ഇതിൻ്റെ അൾത്താര, ബലിപീഠം, അങ്ങനെ കുറേ കാര്യങ്ങൾ ഭൂമിയിൽ നിന്ന് ഖനനം ചെയ്ത് എടുത്ത ഭാഗങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ സെമിത്തേരിയിലുണ്ട് കുറേ പൂർവിക വിശുദ്ധരായിട്ടുള്ള പുണ്യാത്മാക്കൾ വന്നതിൻ്റെയും അങ്ങനെ ചരിത്രപ്രസിദ്ധമായ ഒരു സ്ഥലമാണിത്. പിന്നെ പുത്തമ്പാന എഴുതിയ അർണോസ് പാതിരി വിശുദ്ധൻ്റെ മണ്ണാണിത്. ഈ വിശുദ്ധൻ ഇവിടെ കുറേ കാലം ജീവിച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഒരു കടവ്, ഈ പുഴയുടെ അരിയത്തെ കടവിലാണ് വിശുദ്ധൻ വന്നിറങ്ങിയത്. അവിടെ നിന്ന് ഇറങ്ങി നടന്നാണ് വന്നത് ഇങ്ങോട്ട്. അപ്പോൾ ഈ ദേശങ്ങളിൽ എന്തായാലും ചുറ്റി സഞ്ചരിച്ചിട്ടുണ്ട് വിശുദ്ധൻ. അപ്പോൾ വിശുദ്ധൻ്റെതായ ഒരു വിശ്വാസവും വായുവും എല്ലാം അടങ്ങിയൊരു ഭൂമിയാണിത്. അപ്പം ഇവിടെ ഒരു കിണറുണ്ട്. ആ കിണർ ഇതുപോലെ ഒരു അച്ഛന് ദർശനത്തിൽ കാണിച്ചു കൊടുത്ത് ഇങ്ങനെ ഇതിൻ്റെ കിണറുണ്ട്, ഭൂമിയുടെ അടിയിലാണ്. അത് കുഴിച്ചപ്പോൾ കറക്റ്റ് അവിടെ കിണർ കണ്ടെത്താൻ പറ്റി. ആ കിണർ ഇവിടെയുണ്ട്. പള്ളിയുടെ സൈഡിൽ കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, അതിലെ ജലം കോരിയെടുക്കാം. അപ്പോൾ ഈ തീർത്ഥാടന മണ്ണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാമ്പാളൂർ വരുന്ന വഴി നിങ്ങൾ ചാലക്കുടിയിൽ വരാം. എവിടെ ഉള്ളവരാണെങ്കിലും തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിയിൽ വരാം. അവിടെ നിന്ന് കാടുകുറ്റി സാമ്പാളൂർ അങ്ങനെ വരാം. അതല്ല കൊടുങ്ങല്ലൂർ, പറവൂർ, വൈപ്പിന് ആ ഭാഗത്തു നിന്ന് വന്നവരാണെങ്കിൽ മൂത്തകുന്നം, കോട്ടപ്പുറം, മൂത്തകുന്നം, മാള, പുയ്യ, അഷ്ടമിച്ചിറ കൂടിയിട്ട് സാമ്പാളൂരേക്ക് വരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രാർത്ഥന, പല കൂട്ടർക്കും പ്രാർത്ഥന, ഭക്തി എല്ലാം ഉണ്ട്. പക്ഷേ പല ആൾക്കാരും നിരീശ്വരവാദികളും ദൈവഭക്തരല്ലാത്തവരുമാണ്. നമ്മളിന്ന് സാമ്പാളൂരിൻ്റെ മണ്ണിലാണ്. ഇന്ന് മാതാവിൻ്റെയും ഈശോൻ്റെയും എല്ലാം ആ ഒരു ഭക്തി അടങ്ങുന്ന കുർബാനകൾ, ആരാധനകളും നൊവേനകളൊക്കെ നടക്കുമ്പോൾ ഒരുപാട് പേര് അതിൽ നിന്നും അകന്ന് ജീവിക്കുന്നവരുണ്ട്. പക്ഷെ ദൈവം നമ്മൾ ഓരോരുത്തരെയും തൊട്ട് ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടവരുണ്ട്. എന്ന പോലെ ഇന്ന് എനിക്ക് നിങ്ങളോട് എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും പറയാനുള്ളത്, ദൈവത്താലെ തൊട്ട് തിരഞ്ഞെടുക്കപ്പെട്ട അവിടത്തെ കാണാൻ അനുഗ്രഹീതരായ ചിലവർ ഈ ഭൂമിയിലുണ്ട്. എന്ന പോലെ ഒരു മകളെയാണെന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ ഇവരുടെ ഇടവക ഏതാണ്? സെൻറ്റ് അംബ്രൂസ് ചർച്ച്, എടവനക്കാട് അല്ലേ. അവിടെയുള്ള മകളുടെ മുൻ ജീവിതകാലങ്ങളിൽ മാതാവിനെ അനുഭവിച്ചറിഞ്ഞതും കണ്ടതുമായ ഒരു അനുഭവങ്ങൾ നമ്മളോട് പങ്കുവെച്ചിരുന്നു പള്ളിയിൽ. അപ്പോൾ എനിക്ക് ആ മകളെ നിങ്ങളോടും കൂടി ഒന്ന് പങ്കുവെച്ച് അതിൻ്റെ കാര്യങ്ങളൊന്ന് അറിയിക്കണമെന്ന് തോന്നി. ഏത് കാലഘട്ടം മാതാവിനെ കണ്ട ഈ മകൾ
നമ്മുടെ ഈ നഗ്ന നേത്രങ്ങൾ കൊണ്ട് മാതാവിനെ കണ്ട ഒരു അത്ഭുതകരമായ കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പം മകളുടെ വായിൽ നിന്ന് തന്നെ നമുക്കത് നേരിട്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ ഏത് ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മാതാവിനെ കാണാൻ? ഞങ്ങൾ 4ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പള്ളിയിൽ പോകുമായിരുന്നു. ആ സമയത്താണ് മാതാവിനെ കണ്ടത് ബലിപീഠത്തിൻ്റെ താഴെയായിട്ട്. ആ സമയത്ത് മാതാവിനെ നമ്മൾ ശരിക്കും മനുഷ്യരെ കാണുന്ന പോലെ ആ വസ്ത്രങ്ങളോടെ മാതാവിൻ്റെതായ രൂപത്തിൽ ശരിക്കും നമുക്ക് മറ്റു കുട്ടികൾക്ക് കാണാവുന്ന രീതിയിലായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ 3 പേരും മാത്രമാണ് കണ്ടത്? ഞങ്ങൾ 3 പേര് നേരിട്ട് കണ്ടുള്ളൂ. ബാക്കി പിള്ളേർക്ക് വിശ്വാസം ഉണ്ടായി, പക്ഷെ ഞങ്ങൾ 3 പേര് കാണാൻ പറ്റിയത്. അപ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് ഈ മകളുടെ അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോഴേ ആ ദിവസം നിശ്ചയിച്ച് തിരഞ്ഞെടുത്തൊരു ദിവസമാണത്. നമുക്ക് എല്ലാവർക്കും കിട്ടാത്തൊരു ഭാഗ്യം അന്ന് ഇവർക്ക് കാണാൻ പറ്റി മാതാവിനെ. യേശുവിൻ്റെ അമ്മയായി ഇന്ന് ഒത്തിരി പേര് തള്ളി പറയുന്ന പരിശുദ്ധ അമ്മ ആ കുർബാനയിൽ അമ്മയുടെ സജീവ സാന്നിധ്യം ഉണ്ട് എന്ന് അറിയിക്കാൻ പ്രത്യക്ഷപ്പെട്ടതും അത് ഈ മക്കളിലൂടെ ഈ ലോകത്തിലെ ജനങ്ങൾ അറിയാനും ഇടവരുത്തിയതിനും ഞാൻ ഈ നിമിഷത്തിൽ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഈ മകൾ ചെറിയ ക്ലാസ്സിലായിരുന്നപ്പോൾ, പക്ഷെ ഇന്നിപ്പോൾ അതിന് ശേഷം പല അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെയും മാതാവിൻ്റെ സംസാരങ്ങളും ഇടപെടലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. തുടർന്ന് ആ കൃപയിൽ നിലനിൽക്കാൻ ദൈവം അമ്മകളെ അനുവദിക്കുന്നുണ്ട്, അനുഗ്രഹിക്കുന്നുണ്ട്. അനേകം മക്കൾക്ക് യൂത്തായിട്ടുള്ള യങ്ങായിട്ടുള്ള കുട്ടികൾ ഇന്ന് വഴിതെറ്റിപ്പോണ ഈ കാലഘട്ടത്തിൽ ദൈവം നിങ്ങളെയും തിരഞ്ഞെടുക്കും, തൊട്ടനുഭവിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് ഈ മകൾ. കാരണം നമ്മൾ ഒരു പഴങ്കഥയോ ഒരു ഐതിഹ്യമോ അല്ല പറയുന്നത്, സത്യമായിട്ട് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കണ്ടനുഭവിച്ചൊരു മാതാവിനെ തുടർന്ന് ആ മാതാവിൻ്റെ അനുഗ്രഹങ്ങളും ഇടപെടലുകളും അറിയുന്ന ഒരു മകളെ നമുക്ക് കാണാൻ പറ്റി. ഇന്നത്തെ ദിവസം ദൈവം അനുഗ്രഹിച്ചതാണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പേരും സ്ഥലവും ഒന്ന് പറയുമോ? എന്താ പേര്? ബെനീറ്റ ആൻ്റണി. ഞാൻ എടവനക്കാട് അണിയൽ ആണ് അവിടെ താമസിക്കുന്നത്. പഠിച്ച സ്കൂളും പള്ളിവക സ്കൂളല്ലേ? സെൻറ് അംബ്രോസ് സ്കൂളാണ്. ഇപ്പോൾ ഉച്ച കഴിഞ്ഞ് ഊണ് കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഇവർ പള്ളിയിൽ പോയിരിക്കാറുണ്ടല്ലേ? അങ്ങനെ പ്രാർത്ഥിക്കാം. അതാണ് ഓരോ കുട്ടികളും കളിക്കാനും അത് മറ്റു കാര്യങ്ങൾക്കും പോകുമ്പോൾ അവരുടെ ആ ചെറുതിലുള്ള തിരഞ്ഞെടുപ്പാണ് അവർ ആ ഒഴിവ് സമയം ദൈവത്തിനോട് ചേർന്നിരിക്കാൻ കാണിച്ചത്. അപ്പോൾ മാതാവ് അവർ നേരത്തെ കാണുന്നുണ്ടായിരുന്നു. ആ മകൾക്കായിട്ട് ദൈവത്തിൻ്റെ കൃപ വെളിപ്പെടുത്തി. തുടർന്ന് എന്തെങ്കിലും നമുക്ക് ഇപ്പം മെസ്സേജുകൾ അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് കാണുന്ന എല്ലാ മക്കളെയും ഈ മകളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തും. നിങ്ങളും ഈ മകളെ ഓർക്കുക, പ്രാർത്ഥനയിൽ തുടർന്ന് വിശുദ്ധിയിലും പ്രാർത്ഥനയിലും നിലനിൽക്കാൻ പറ്റാനും മാതാവിൻ്റെ വെളിപ്പെടുത്തലുകൾ, ലോകത്തിന് വേണ്ടിയിട്ടുള്ള വെളിപ്പെടുത്തലുകൾ ഇനി ഈ മകളിലൂടെ നമുക്ക് കിട്ടാനും ഒക്കെ പ്രാർത്ഥിക്കുക. അപ്പോൾ ഇന്നത്തെ ദിവസം കാണാനും ഇവരോട് കൂടി ഇത് പങ്കുവയ്ക്കാനും ഞങ്ങളുടെ കൂടെ ഈ സമയം ചെലവഴിച്ചതിനും ഒരുപാട് നന്ദിയുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ.